റാണി വിനൂസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ്. അതൊരു സ്പെഷ്യലായിട്ട് മകരപ്പൊങ്കലിൻ്റെ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മകരമാസം 1-ാം തീയതി തമിഴ്നാട്ടിലെ എല്ലാ വീടുകളിലും രാവിലെ തന്നെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. ഇതിൻ്റെ കൂടെ ചക്കര പൊങ്കലും അവർ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം വരും. ഞാനിവിടെ അളവെടുക്കാൻ വേണ്ടിയിട്ട് 125 ml ഒരു അളവ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ അളവ് കപ്പ് തന്നെ വേണമെന്നില്ല, ചെറിയ കുഴിയലുകളോ ഗ്ലാസ്സോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ അളവുകളും അതേ പാത്രത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 1 കപ്പ് ചെറുപയറിൻ്റെ തോല് കളഞ്ഞ് വരുന്ന പരിപ്പ് അതും എടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാതെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. അരിയും പരിപ്പും ഏതിലാണോ അളന്നത് അതിന് തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കപ്പാണ്. അപ്പോൾ ഇതിന് 7.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും ഒഴിച്ച് കുക്കർ അടച്ച് വിസിലിട്ട് കൊടുക്കുക. മീഡിയം തീയിൽ 3 വിസിൽ വെച്ച് കൊടുക്കുക. 3 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് ആ വിസിൽ ഫുള്ള് പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാവുള്ളൂ. ഇനി നമുക്ക് പൊങ്കലിൻ്റെ കൂടെ കഴിക്കുന്ന കൊസ്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് സാമ്പാർ തന്നെയാണ്, വേറൊരു ടൈപ്പ് സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സാമ്പാറിനെ പോലെ വെള്ളമായിട്ടുണ്ടാവില്ല. എന്നാൽ സാമ്പാറിന് ചേർക്കുന്ന തുവരപ്പരിപ്പ് ചേർക്കുകയുമില്ല. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം വരും. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. കല്ലിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2-2.25 സ്പൂണോളം കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. അതേപോലെ 1.25 സ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക. 12 ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക. നല്ല ഒരു ഗോൾഡൻ കളറിലാവുമ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ നിന്നും മാറ്റാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ കുറച്ച് മൂപ്പ് അധികമായി. അപ്പോൾ സാമ്പാറിൻ്റെ കളർ കുറച്ച് കൂടി വരും. അങ്ങനെ അബദ്ധമൊന്നും നിങ്ങൾക്കും പറ്റണ്ട. അപ്പോൾ ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ മസാല വറുത്തെടുക്കുന്ന സമയത്ത് അവസാനം തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്തൊന്ന് മൂപ്പിക്കണമായിരുന്നു. അത് ആ സമയത്ത് വിട്ടുപോയി. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതൊന്ന് മൂപ്പിച്ച് ഒരു നുള്ളു ഉലുവ ചേർത്തൊന്ന് മൂപ്പിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. 4 വഴുതനങ്ങ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 10-25ഓളം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി വഴട്ടി കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വലിയ തക്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ 2 ചെറിയ തക്കാളി എടുത്താലും മതി. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരുന്ന മസാലയിലേക്ക് 1/2 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുക. ചൂടോടെ കൂടി തന്നെ ചേർക്കണം. ഞാനിതിവിടെ വിട്ടുപോയി, ചൂടോടെ കൂടി തന്നെ കായം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇന്ന് എന്താ നടക്കണമെന്നറിയില്ല, എല്ലാം അശ്രദ്ധയാണ്. ഇനി ഇതല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കുക. വഴുതനങ്ങ വഴണ്ട് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ച മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാതും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക. കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പരിപ്പ് വേവിച്ചതാണിത്. ഇതിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് വേവിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് ഉപയോഗിക്കുന്നത് ചെറുപയർ പരിപ്പ്, തോല് കളഞ്ഞ് വരുന്ന പരിപ്പാണ്, തുവരപ്പരിപ്പല്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഓഫായിരുന്നു, അപ്പോൾ വീഡിയോയിൽ വന്നിട്ടില്ല. ഇവിടെ കുക്കർ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ദാ കണ്ടോ, നിങ്ങൾ നന്നായിട്ട് തന്നെ പൊങ്കൽ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി താളിച്ചൊഴിക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ പൊങ്കലിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി മല്ലിയിലയും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്ത്
അടച്ചു മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊങ്കൽ താളിക്കാം. അതിനുവേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ ചേർത്ത് കൊടുക്കുക. ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഉണ്ടാവും. പൊങ്കലിന് കുറച്ച് നന്നായിട്ട് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഡാൽഡ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ നെയ്യ് ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളകും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം പൊട്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ജീരകം കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളതിനനുസരിച്ച് ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ഇല്ലെങ്കിൽ ഇല്ലാതെ നമ്മൾ വെക്കും അല്ലേ. അണ്ടിപ്പരിപ്പ് ചേർത്തത് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ പോയി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കൈപ്പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പൊങ്കലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ചൂടോടുകൂടി തന്നെ പൊങ്കലും ഗുസ്തും ചട്നിയും ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രുചിയാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അറിയിക്കുക എന്നെ. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. പിന്നെ എൻ്റെ ഗുസ്തിൻ്റെ കളർ കൂടിപ്പോയി, അത് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇത്രയധികം മൂപ്പിക്കാതിരിക്കുക. കളറ് മാത്രമേ ഉള്ളൂ, രുചിയെല്ലാം അടിപൊളിയാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയുക എൻ്റെ അടുത്ത്. അതേപോലെ ഗുസ്തിന് മസാല ചേർക്കുന്ന സമയത്ത് അവരവർക്ക് എത്ര ആവശ്യം വേണം എന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചട്നി വളരെ എളുപ്പമാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട്. പൊട്ടുകടല എടുത്തിട്ട് അതിൽ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് അരച്ചിട്ട് കടുക് വറുത്താൽ മാത്രം മതി, ചട്നി റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ അവർ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.